ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ആരംഭകാലത്താണ് നടപ്പിലാക്കേണ്ടത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ്. ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് നടപ്പിലാക്കാത്തത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്തിനാണ്? നമ്മൾ റിലേയിൽ ഓടുന്നത് എങ്ങനെയാണ്? എല്ലാ ആളുകളും ഓടണ്ടേ? എല്ലാ സമയത്തും ഓടണ്ടേ? 4.5 കൊല്ലം വരെ എന്തിന് കാത്തിരുന്നു? വാഗ്ദാന ലംഘനം നടത്തി ജനങ്ങളെ വഞ്ചിച്ചു. അതിൽ ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ബാലറ്റ് പേപ്പറിലൂടെ പ്രകടിപ്പിക്കും. നിലമ്പൂരിൽ കണ്ടതാണ്. ഞങ്ങൾ ശക്തമായ സമരങ്ങൾ നടത്തിയതാണ്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഭയന്ന്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വാക്ക് തന്നെ ഉപയോഗിച്ചത്, കണ്ണിൽ പൊടിയിടാൻ. അവസാനത്തെ 6 മാസം തികച്ചില്ല, അതിനിടയിൽ 2 ഇലക്ഷനാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇലക്ഷൻ കുതന്ത്രം മാത്രമാണ്. നത്തിങ് സിൻസിയർലി ഡൺ. ഇതിൽ കൂടുതൽ കൂട്ടണം. പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കണം. കുടിശ്ശിക എത്ര കൊടുക്കാനുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ DA 17% കുടിശ്ശികളുടെടുത്താണ് 4% വർധനവ്. കുടിശ്ശിക തീർത്തു കൊടുക്കുമോ? ഇതിന് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമോ? എൻ്റെ ലളിതമായ ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? റബ്ബർ സബ്സിഡി 250 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? ഐ ചലഞ്ച് ദ ഗവൺമെന്റ്. അതാണ് ചോദിക്കുന്നത്. ഇല്ലല്ല, അല്ലല്ല, VSന്റെ കാലത്തുണ്ടായിരുന്ന നാമമാത്രമായ പെൻഷൻ ഉമ്മൻചാണ്ടിയാണ് വർദ്ധിപ്പിച്ചത് എന്ന് നിയമസഭയിൽ ഞങ്ങൾ കണക്കുകൾ സഹിതം, തോമസ് ഐസക്കിൻ്റെ മറുപടി സഹിതം ഞങ്ങൾ തെളിയിച്ച കാര്യമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. അത് വീണ്ടും ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. വാഗ്ദാന ലംഘനങ്ങളുടെ പരമ്പരയാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. 2500 കൊടുക്കാമെന്ന് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും 2 രൂപ ലിറ്ററിന് സെസ് ഏർപ്പെടുത്തി ആ പൈസ ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചുപറിച്ച ആളുകൾ ഇപ്പോൾ 2500 എന്തുകൊണ്ട് കൊടുത്തില്ല കഴിഞ്ഞ 4.5 മാസക്കാലം? ഇപ്പോൾ എന്തുകൊണ്ട് 2500 വർദ്ധിപ്പിച്ചില്ല? ഓഫർ പറഞ്ഞാൽ പാലിക്കണ്ടേ? വാഗ്ദാനം പറഞ്ഞ് വോട്ട് മേടിച്ചാൽ നടപ്പിലാക്കണ്ടേ? അതാണ് ഞങ്ങൾ. UDF വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി പാലിച്ചിരിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതിന് ആത്മാർത്ഥതയോടെ സമീപനം സ്വീകരിക്കും. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ, പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം, അവസാനത്തെ ബഡ്ജറ്റിലല്ല. വൈകിപ്പോയി. ഇറ്റ് ഈസ് ടു ലേറ്റ്.